കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് ശക്തമായി. ഏറ്റവും ഒടുവിൽ കൊട്ടേഷൻ ചാറ്റുകളാണ് പുറത്തു വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ KPCC ഡിജിറ്റൽ മീഡിയ സെൽ അധ്യക്ഷ സ്ഥാനം ഹൈബി ഈഡൻ ഒഴിയുകയും ചെയ്തിട്ടുണ്ട്. രാജി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അറിവ്. പക്ഷേ ഈ ചാറ്റ് ബോംബ് എന്ന് പറയുന്നത് അത് പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും ജീർണാവസ്ഥയെ തുറന്നു കാട്ടുന്നതാണ്. അല്ല, കോൺഗ്രസ്സിൽ ഇതിനേക്കാൾ ജീർണാവസ്ഥ മുമ്പുണ്ടായിട്ടുണ്ട്. ഇതിനേക്കാൾ അക്കാലത്താണ് കരുണാകരൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും കരുണാകരനെ മാറ്റുന്നതിന് വേണ്ടി ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ മലയാള മനോരമയാണ് അന്നത്തെ ഏറ്റവും വലിയ മാധ്യമം. മലയാള മനോരമ അതിൻ്റെ എല്ലാ പ്രചാര വിഭാഗത്തിൻ്റെ സാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ യുദ്ധത്തിൻ്റെ അവസാനം കരുണാകരനെ രാജിവെച്ച് പോകേണ്ടി വന്നു. അപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്ത് കരുണാകരൻ അന്ന് വൈകുന്നേരം നടത്തിയ പ്രസംഗത്തിൽ കരുണാകരൻ്റെ ഒരു വാക്കുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ജാരന്മാരുമായി ഒത്തുചേർന്നുകൊണ്ട് സ്വന്തം മാതാവിനെ ബലി കൊടുക്കുന്നവരാണ് കോൺഗ്രസ്സിലുള്ളത് എന്ന് പറഞ്ഞു. അതാണ് അതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള. കാരണം അമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ട് ജാരന്മാർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നവരാണ് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞു അന്ന്. ആ കോൺഗ്രസ്സുകാരാരായിരുന്നു വെച്ചാൽ ആൻ്റണിയുടെ ഗ്രൂപ്പിലുള്ളവരായിരുന്നു. അങ്ങനെയാണ് കരുണാകരൻ പോയിട്ട് ആൻ്റണി മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ യാതൊരു തത്വവും പാലിക്കാത്ത വിധത്തിലുള്ള ഗ്രൂപ്പ് വഴക്ക് കോൺഗ്രസിൻ്റെ പഴയ പാരമ്പര്യമാണ്. ഇതേ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് PT ചാക്കോയെ പുറത്താക്കുന്നത്. ചാക്കോ പുറത്തു പോകുന്നത് ചാക്കോയുടെ കൂടെ ഏതോ ഒരു സ്ത്രീ യാത്ര ചെയ്തു എന്നുള്ളൊരു കാര്യം എടുത്തിട്ട് അത് ചാക്കോയിനെതിരെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ്സിൽ ഇത് പണ്ട് മുതലേ അധികാര വടംവലിയുടെ ഭാഗമായിട്ട് ഇത്തരത്തിൽ വ്യക്തിപരമായിട്ട് തന്നെ അധിക്ഷേപിക്കുന്ന രീതികൾ പണ്ട് മുതലേ ഉള്ളതാണ്. അതിപ്പോഴും തുടരുകയാണ്. അത് ഏറ്റവും മോശമായ കാലത്താണ് കരുണാകരൻ്റെ ഈ മുഖ്യമന്ത്രി സ്ഥാനം പോകുന്നതും ആൻ്റണി ആ സ്ഥാനത്തേക്ക് വരുന്നതും. അപ്പോൾ അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് 10 വർഷം പുറത്തു നിന്നതിന് ശേഷം ഇപ്പോഴാണ് ഇവർക്കൊരു പ്രതീക്ഷ വന്നിരിക്കുന്നത്. അതും പ്രതീക്ഷ മാത്രമാണ്, കിട്ടുമെന്ന് ഉറപ്പില്ല. കാരണം 4-ാം തീയതി അറിയാൻ പറ്റുള്ളൂ എന്തായിരിക്കും എന്നുള്ള കാര്യം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ആരാകണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ 3 പേര് നടത്തുന്ന വലിയ ഘോര യുദ്ധമാണ് കോൺഗ്രസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 1 VD സതീശൻ, 2 KC വേണുഗോപാൽ, 3 രമേശ് ചെന്നിത്തല. ഈ ചെന്നിത്തലയുടെയൊക്കെ ഫ്ലെക്സും ഈ പറയുന്ന ഫ്ലെക്സൊക്കെ വെക്കുന്ന രീതിയിലുള്ള വീഡിയോസും എല്ലാം അടങ്ങുന്ന കാര്യങ്ങളാണ്. അല്ല, ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ പുസ്തകരചനയിലാണ്. അതെ, എല്ലാവരും സാഹിത്യ വിമർശകരും സാഹിത്യകാരന്മാരുമായി. ഒരു ആഡഡ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലല്ലേ ഇത് ക്ലെയിം ചെയ്യാൻ പറ്റൂ എന്ന് കരുതിയിട്ടാണ് രമേശ് ചെന്നിത്തല അറ്റ കൈക്കൊരു നോവലും എഴുതി കളഞ്ഞു. രമേശ് നോവൽ എഴുതി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ സതീശൻ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സതീശൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, വിവിധ ക്രൈസ്തവ മതസ്ഥാപനങ്ങളിൽ അദ്ദേഹം നടത്തിയതായി സങ്കല്പിക്കപ്പെടുന്ന പ്രസംഗങ്ങൾ എഴുതി പുസ്തകമാക്കാനുള്ള തിരക്കിലാണ് അദ്ദേഹം. അതെന്താ സങ്കല്പിക്കപ്പെടുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓരോ സ്ഥലത്തും പോയി എന്തൊക്കെയാണ് പ്രസംഗിച്ചേക്കണമെന്നുള്ള കാര്യമൊക്കെ ആർക്കും അറിയില്ലല്ലോ. ഇദ്ദേഹം ആദിമകാലം തുടങ്ങിയ ക്രൈസ്തവ സ്ഥലങ്ങളിൽ പോയി പ്രസംഗിച്ചു എന്ന് സങ്കല്പിക്കപ്പെടുന്ന കാര്യങ്ങൾ ആരെക്കൊണ്ടെങ്കിലും എഴുതിക്കുന്നതായിരിക്കുമല്ലോ. അല്ല, അദ്ദേഹത്തിന് അത് എഴുതാനുള്ള സമയമില്ലല്ലോ. ഇവരെല്ലാവരും ഗോസ്റ്റ് റൈറ്റേഴ്സിനെ വെച്ച് പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പുസ്തകങ്ങളും കൂടി പ്രസിദ്ധീകരിച്ചിട്ട് അവർ ആ രംഗത്തും ബൗദ്ധിക ജീവിതം കൂടി അവർക്കുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഈ പദവി കൈക്കലാക്കുന്നതിന് വേണ്ടിയുള്ള സമരം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൈബർ യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. ഈ സൈബർ യുദ്ധം പണ്ടുണ്ട്. പണ്ടെന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ചാരക്കേസ് വരുന്ന സന്ദർഭം, ചാരക്കേസാണല്ലോ മറ്റേ കരുണാകരൻ്റെ അവസാനത്തെ ആണിയടിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് ചാരക്കേസ്. 2 ചാരക്കേസുണ്ട്. ഒന്ന് ഫ്രഞ്ച് ചാരക്കേസ് വന്നു. ഫ്രഞ്ച് ചാരക്കേസ് വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് KV തോമസിന് സ്ഥാനം പോയത്. അപ്പോൾ അന്ന് ഞാൻ ഒരു ചർച്ചയിൽ ഏതോ ഒരു ചാനലിൽ പോയപ്പോൾ, ഈ TV ചാനലിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞ ഇത് തോമസ് മാഷിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആക്ഷേപിക്കാം,
പക്ഷേ തോമസ് മാഷ് ഒരു ചാരവൃത്തി ചെയ്തു എന്നുള്ള കാര്യം ആക്ഷേപിച്ച് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം അത്രയും റിസ്ക് എടുക്കുന്ന ഒരാളല്ല തോമസ് മാഷ്. അത്രയും റിസ്ക് എടുക്കാതെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കഴിയുമെന്ന് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തിരിക്കാൻ ഇടയില്ല എന്ന് പറഞ്ഞു. മറ്റത് അങ്ങനെയല്ല. മറ്റത് നമ്പി നാരായണന് ഇപ്പോൾ കോമ്പൻസേഷൻ കൊടുത്ത കേസിൽ ഈ അവിടെ ചാരന്മാർ വന്ന് ആ ചാരന്മാരെ വെച്ചുകൊണ്ട് മറ്റേ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ രമൻ ശ്രീവാസ്തവ രാമൻ ശ്രീവാസ്തവയുടെ ഇത് വന്നിട്ട് ആ രാമൻ ശ്രീവാസ്തവയ്ക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കുകയും രാമൻ ശ്രീവാസ്തവയെ സംരക്ഷിക്കുന്നത് കരുണാകരനാണെന്ന് പറയുകയും അങ്ങനെ കരുണാകരൻ ചാരനാണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ടുള്ള പ്രചാരണം നടന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടന്ന മനുഷ്യനാണ്. ഇവരാരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരോ ജയിലിൽ പോയിട്ടുള്ളവരോ അല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടക്കുകയും തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുകയും അങ്ങനെ കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത കെ കരുണാകരനെ ചാരവൃത്തി ആരോപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി. അന്ന് ആ മാറ്റത്തിന് വേണ്ടി പത്രങ്ങൾ ഉപയോഗിച്ചു. അതിൻ്റെ കരുണാകരനെതിരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്നത് മലയാള മനോരമയുമാണ്. അന്ന് മനോരമ മാത്രമാണുള്ളത്. ഇന്നത്തെ രീതിയിൽ സോഷ്യൽ മീഡിയ വന്നിട്ടില്ല. ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ ഗുണ്ടകളെ വിലക്കെടുത്തേക്കാണ്. 3 കൂട്ടരും എടുത്തിട്ടുണ്ട്, ഒരാളല്ല. സാർ, ഇതിൽ ഇലക്ഷൻ 2026 എന്ന് പറയുന്ന VDS എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ്, അതിലാണ് ഈ ചാറ്റുകളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. ആ ചാറ്റ് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജി ഹൈബി കൊടുത്തിരിക്കുന്നത്. ഹൈബി കത്ത് നൽകിയെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ രൂപീകരിച്ച ഗ്രൂപ്പാണ്. KC വേണുഗോപാൽ പക്ഷത്തുള്ള റോജി ജോൺ MLA വ്യക്തിപരമായിട്ട് വേട്ടയാടാനായിട്ട് ആഹ്വാനം ചെയ്തു എന്നുള്ളതാണ്. ഇത് ഞാൻ ചോദിക്കട്ടെ, കെ കരുണാകരനെയും കുടുംബത്തെയും വ്യക്തിപരമായിട്ട് അന്ന് വേട്ടയാടിയില്ലേ? നിങ്ങൾ എന്തേ പറഞ്ഞത്? ഇപ്പം തുടങ്ങിയതല്ല എന്നാണ് ഞാൻ പറയുന്നത്. കരുണാകരനെയും കുടുംബത്തെയും ഇതൊരു പുത്തരിയല്ല. കോൺഗ്രസ്സിൽ ഇതൊരു പുത്തരിയല്ല. കേരളത്തിലെ കോൺഗ്രസ്സിൽ കരുണാകരനെ ആക്രമിക്കപ്പെട്ടേക്കുന്നതിൻ്റെ 10-1 പേർ ഇപ്പോഴും ആക്രമിക്കപ്പെടുന്നില്ലല്ലോ. കരുണാകരൻ്റെ കുടുംബം, കരുണാകരൻ്റെ മകൻ കിങ്ങിണിക്കുട്ടൻ എന്നായിരുന്നു കെ മുരളീധരനെ പറഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് മിമിക്രിക്കാരെ ഇറക്കി. ഇന്നിപ്പോൾ മിമിക്രി ഇല്ല. അന്ന് മിമിക്രിക്കാരെ ഇറക്കിയിട്ട് കരുണാകരൻ്റെ പ്രസംഗം ഇവർ മിമിക്രിക്കാർ ഇമിറ്റേറ്റ് ചെയ്ത് മാൽമിജി, ഇന്ദിരാജി, ഞാൻജി, എൻ്റെ മോൻജി, ഇതിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. മറ്റെന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, നമ്മുടെ ഈ സിനിമ ഗാനരചയിതാവൊക്കെ ആയിരുന്നില്ലേ, മരിച്ചുപോയി, മറ്റേ ഭക്തിഗാനങ്ങളൊക്കെ എഴുതുന്ന അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം കിങ്ങിണിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു റേഡിയോ നാടകം എഴുതി. ആ കിങ്ങിണിക്കുട്ടൻ കെ മുരളീധരനാണ് എന്ന് പറഞ്ഞിട്ട് നാട് മുഴുവൻ നടന്ന് പ്രസംഗിച്ച എ ഗ്രൂപ്പുകാർ. അപ്പോൾ ഗ്രൂപ്പ് പോര് വരുന്ന സമയത്ത് വ്യക്തിപരമായിട്ട് നേതാക്കളെയും അവരുടെ കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന ഒരു രീതി ഗ്രൂപ്പ് ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ അന്ന് ഈ മനോരമ പത്രവും ബാക്കിയുള്ള മാതൃഭൂമി മനോരമ പത്രങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത് വേണ്ട. ഇപ്പോൾ സൈബർ ഗുണ്ടകൾ ധാരാളമുണ്ട്. അതിൽപ്പെട്ടവരെടുത്താൽ പോരെ. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പോരുണ്ടല്ലോ സർ, ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള പോരുകളാണ്. ഇത് പുറത്തു വരുമ്പോൾ സത്യത്തിൽ ഇനി കോൺഗ്രസ് എവിടെ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് അല്ല, അത് കൊണ്ട് കാര്യമായില്ല. ഇപ്പോൾ അധികാരം കിട്ടണമെങ്കിൽ മുഖ്യമന്ത്രി ആകണമെന്ന് അവർക്ക് 3 പേർക്കും കലശലായ ആഗ്രഹമുണ്ട്. സതീശനുണ്ട്, രമേശനുണ്ട്, KC വേണുഗോപാലിനുണ്ട്. അതിനെ ഇതിപ്പോൾ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയായിരിക്കും ഇവരെപ്പോഴും പറയുന്നത് ഞാൻ അങ്ങ് ഹൈക്കമാൻഡിലേക്ക് വിളിക്കാന്നാണ്? ഇല്ല, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ KC വേണുഗോപാൽ ഹൈക്കമാൻഡല്ലേ? KC വേണുഗോപാൽ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഏത് രാഷ്ട്രീയ കക്ഷിയുടെയും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഹൈക്കമാൻഡിൻ്റെ ഭാഗമല്ലേ? കാരണം അങ്ങനെയാണുള്ള തീരുമാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ആൾ. അതിന് വരുമ്പോൾ
രാഹുലും സോണിയും ഒക്കെ ചേർന്നുകൊണ്ട് KCയെ തന്നെ മുഖ്യമന്ത്രിയാക്കും. അല്ല, രാഹുലും സോണിയൊക്കെ ചേർന്നുകൊണ്ടല്ല, KC സ്വന്തം നിലക്ക് ഞാൻ തന്നെ ആയിക്കോളാം എന്ന് പറയാമല്ലോ. പക്ഷെ അവിടെ അപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനം വെച്ചു മാറും എന്നൊക്കെ രീതിയിൽ വാർത്തകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നുണ്ട്. ആരും ആർക്കും കൊടുക്കില്ല. ഇതിനെ സോൾവ് ചെയ്യണ്ടേ സർ? എങ്ങനെ? കോൺഗ്രസിന് ഇത് സോൾവ് ചെയ്യണ്ടേ? ഈ അല്ല, 3 പേരല്ലേ? ഇപ്പം അവർക്ക് ഒന്നാമത്തെ കാര്യം, അവർക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് അവർ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴും വരെ. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഭൂരിപക്ഷത്തെക്കുറിച്ച് നമുക്ക് പറയാം എന്നല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഇതിലാരും പറയാറില്ല. അപ്പോൾ ചോദിക്കും ബംഗാളിലെ കാര്യം ഇനി 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് ബംഗാളിലുണ്ട്, 2-3 ഘട്ടം മറ്റോട്ടുണ്ട് ബംഗാളിലെന്ന് തോന്നുന്നു. അടുത്ത ഘട്ടം തെരഞ്ഞെടുപ്പ് വരുന്ന കാരണമാണ് ബംഗാളിൽ ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പത്രസമ്മേളനം നടത്തിയിട്ട് ഇത് പറയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇവർക്ക് അധികാരം കിട്ടുമെന്ന്, ഇവർക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നും ഉള്ള ഒരു പ്രചാരണം വന്നപ്പോൾ തന്നെ ഇവരെല്ലാം രംഗത്തിറങ്ങിയിട്ട് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം യുദ്ധം നയിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ സൈബർ ഗുണ്ടകളാണ്. സൈബർ ഗുണ്ടകളെ ഇറക്കിയാണ്. ഏത് യുദ്ധവും ഏത് കാര്യവും രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റില്ല, പരസ്യമായിട്ട് തന്നെ പറ്റുള്ളൂ. അതെല്ലാം പുറത്തു വരും. പണ്ടും ഇതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പം നമ്പി നാരായണൻ്റെ കേസ് വന്ന സമയത്ത് നമ്പി നാരായണനെ ഇപ്പോൾ ഇത് കൊടുത്തല്ലോ, കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു. പക്ഷേ അതിൻ്റെ ബലിയാടാക്കപ്പെട്ട ഒരാളാരായിരുന്നു? കരുണാകരനല്ലേ. കരുണാകരൻ ബലിയാടാക്കപ്പെട്ട ഒരാളാണ്. ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ സൈബർ ഗുണ്ടകളെ ഓരോരുത്തരും തീറ്റിപ്പോറ്റയാണ്. അപ്പോൾ റോജി എം ജോൺ KC വേണുഗോപാലിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞെങ്കിൽ റോജിക്കെതിരെ റോജിയെ വെട്ടാൻ പറയും. സൈബർ ഗുണ്ടകൾ വെട്ടിക്കൊണ്ടിരിക്കും. അവർക്ക് പൈസ കൊടുത്തിട്ടാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. പക്ഷേ KC വെറുതെ ഇരിക്കില്ല, അല്ലെങ്കിൽ റോജിയും വെറുതെ ഇരിക്കില്ല. വീഴ്ത്തു സതീശനെന്ന് പറയും. അപ്പോൾ അവരുടെ ഗുണ്ടകൾ സതീശനെ വെട്ടി വീഴ്ത്തും. ഇതിനിടയിൽ നൂണ്ട് കയറാൻ രമേശ് ശ്രമിക്കും. അപ്പോൾ ഈ 2 ഗുണ്ടകളും 3 സൈബർ ഗുണ്ടകളും തമ്മിലുള്ള രൂക്ഷമായ യുദ്ധം നടക്കും, സൈബർ യുദ്ധം. അത് സ്വാഭാവികമായിട്ട് നടക്കും അവിടെ. പക്ഷേ ഇതിനിടയിൽ ഇതിൻ്റെ ഒരു ദുരന്തം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷം കിട്ടാതെയും കൂടി വന്നു കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് പൂർണ്ണമായി കിട്ടും. ഭൂരിപക്ഷം കിട്ടാതെയും കൂടി വന്നു കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് പൂർണ്ണമായി കിട്ടും. ഇത് ആദ്യത്തെ സ്പ്ലിറ്റിലാണ് കേരള കോൺഗ്രസ് വരുന്നത്, KM ജോർജിൻ്റെ നേതൃത്വത്തിൽ. PT ചാക്കോയെ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നാണ്. ആ കേരള കോൺഗ്രസ് അന്ന് ഒറ്റ കേരള കോൺഗ്രസ്സേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ തന്നെ ഭാഗമായിട്ട് ഗ്രൂപ്പായിരുന്നു അന്ന്. ആ ഒരു ഗ്രൂപ്പാണ് ഒരു പാർട്ടിയായിട്ട് മാറിയത്. ആ പാർട്ടിയായിട്ട് മാറിയിട്ട് അത് ഇതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ KM ജോർജ് വന്ന്, പിന്നെ KM മാണി വന്ന്, ജോസഫ് വന്ന്, ജേക്കബ് വന്ന്, ജോർജ് വന്ന്, സ്റ്റീഫൻ വന്ന്, പിന്നെ ബാലകൃഷ്ണപിള്ള വന്ന്, ഇപ്പോൾ ഏതാണ്ട് 10 കേരള കോൺഗ്രസ്സുകളുണ്ട്. പക്ഷേ 10 കേരള കോൺഗ്രസ് കൊണ്ട് ഒന്നിച്ച് UDFൽ നിൽക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുകയും ചെയ്യും. ഇലക്ഷൻ വരുന്നത് വരെ അടിക്കുകയും ഇലക്ഷൻ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നൊരു സംസ്കാരമുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞത്. ഇലക്ഷൻ കഴിഞ്ഞ് അടി ഒടുങ്ങി. ആ അടി ഇനിയിപ്പോൾ ഭരണം കിട്ടിയാലും തുടർന്നുകൊണ്ടിരിക്കും. ഇരിക്കുന്നവനെ തള്ളി താഴെയിടാൻ ശ്രമിക്കും. എപ്രകാരമാണോ കരുണാകരനെ തള്ളി താഴെയിടുന്നതിന് വേണ്ടി ആൻ്റണി ശ്രമിച്ചത്, അപ്രകാരമൊക്കെ ഇപ്പോഴും നടക്കും. ഇപ്പോൾ ആൻ്റണി പറയുന്നത് എന്താ വെച്ചാൽ ആൻ്റണിക്ക് ഗ്രൂപ്പില്ലെന്നാണ് പറയണത്. ആൻ്റണിക്ക് ഇനി ഗ്രൂപ്പിൻ്റെ ആവശ്യമില്ല. ആവശ്യം കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പില്ല. ആൻ്റണിക്ക് ഗ്രൂപ്പ് വേണ്ട എന്ന് തോന്നുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഗ്രൂപ്പ് ഉപേക്ഷിക്കണമെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതിനകത്ത് ഈ 3 പേരും തമ്മിലുള്ള മത്സരത്തിൽ ഇതിൽ രസകരമായിട്ടുള്ളതല്ല, ഇവർ 3 പേരും ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ 3 പേരും ഇഞ്ചോടിഞ്ച് മത്സരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ഒരാളുണ്ട്. ഇവരാരും ആയിരിക്കില്ല, MLA അല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയാവും. കൊടിക്കുന്നിൽ സുരേഷ്. അതെങ്ങനെ? കാരണം ഒരു ദളിതനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറയും. കോൺഗ്രസിൻ്റെ എന്നത്തെയും രീതി അതാണ്. കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചറിയാൻ പറ്റും. ഇത്തരത്തിലുള്ള ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ 2-3 പേര് ഭയങ്കരമായ രീതിയിൽ ഇങ്ങനെ നെക്ക് ടു നെക്ക് നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം ഇവർ 3 പേരും വേണ്ട, നമുക്ക് 4മതൊരാൾ എന്ന് വെക്കാമെന്ന് പറയും. അങ്ങനെ വരുന്ന സമയത്ത് ഒന്നുകിൽ വനിതയ്ക്ക്, അല്ലെങ്കിൽ ദളിതിന്, അതല്ലെങ്കിൽ മൈനോറിറ്റി, ഈ 3 വിഭാഗത്തിൽ ഒരുത്തനാണ് കോൺഗ്രസ്സിൽ അത്തരം സന്ദർഭങ്ങളിൽ സ്ഥാനങ്ങൾ പോവുക.
കേരളത്തിൽ ഞാൻ നോക്കിയിട്ട് കേരളത്തിലൊരു ദളിത് മുഖ്യമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊടിക്കുന്നിൽ സുരേഷ് പലവട്ടം പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുരേഷിന് ആ ഒരു ക്ലെയിമുണ്ട്. അപ്പോൾ ഇവരെ 3 പേരെയും ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹൈക്കമാൻഡ് ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് സുരേഷിനെ കൊണ്ടുവരാം.